എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് ലിസ്റ്റ്, മൂന്നാം അലോട്ട്മെന്റ് ലിസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് പരിശോധിക്കുന്നത് നോക്കാം. ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ചും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഡ്മിഷൻസ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UG കോഴ്സസ് എന്ന ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് യൂസർ ID, ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് വരും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒരു ക്യാപ്ച കോഡും അത് ഒരു കറുത്ത കോളത്തിൽ കാണാതെ നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ മൂന്നാം അലോട്ട്മെന്റിലെ ലാസ്റ്റ് അലോട്ട്മെന്റുമാണ്. ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കുകയും ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റോട് കൂടി നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യേണ്ടി വരും. എന്നാൽ ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. മാൻഡറ്ററി ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുവാനും ശേഷം നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷനായി യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന രീതിയിൽ അഡ്മിഷനായി ഹാജരാകാനും സാധിക്കുള്ളൂ. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നതിന് നമസ്കാരം. ഫോൺ ഫോർ വാച്ചിങ്. ബൈ.